അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ പോലെയുള്ള അത്രയും പ്രതിഭാധനരായിട്ടുള്ള മഹാസംവിധായകർക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന മികച്ച സംവിധായകൻ എന്നുള്ള ഒരു അവാർഡ് താരതമ്യേന യങ്ങായ തുടക്കക്കാരനായ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം പിന്നീടുള്ള സിനിമകൾ ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമായിരുന്നു. കോഴിക്കോട് കുതിരവട്ടത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി, തിരുവനന്തപുരത്ത് ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ പലയിടത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി. അവിടെ നിന്ന് പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ സിനിമയിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളും അവിടെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ചില പേഷ്യൻസാണ്. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു കുതിരയെ വിഴുങ്ങിയെന്നാണ് പറയുന്നത് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾക്കത് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കുതിരയെ വിഴുങ്ങിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. കുറേ കാലം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അസുഖം മാറി എങ്ങനെ അയാൾ പോവുകയും ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹാപ്പി ആയില്ല, ആശ്വാസമായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പുറത്തൊരു കുതിരയെ കണ്ടിട്ട് പറയും, അയ്യോ ഇത് അപ്പോൾ ഈ നിങ്ങൾ വിഴുങ്ങിയ കുതിരയാണ് നിൽക്കണമെന്ന് പറഞ്ഞ് മോഹൻലാൽ കാണിച്ചു കൊടുക്കുമ്പോൾ ജഗതി പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അയ്യോ ഞാൻ കറുത്ത കുതിരയാണല്ലോ വിഴുങ്ങിയത്, വെള്ള കുതിരയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും വട്ടായിട്ട് ഓടുന്ന ഒരു സംഭവമാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. പല സ്ഥലത്തും പല മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടി. സാലു കയ്യിൽ ക്യാമറ എടുത്തിട്ട് മുന്നോട്ട് പോയ സമയത്ത് പെട്ടെന്ന് ഒരു തിര വന്ന് ക്യാമറ ഈ തിര എടുത്തിട്ട് അങ്ങ് പോയി. പക്ഷേ സാലുവിൻ്റെ കൂടെയുള്ള ഈ ഫോക്കസ് പുള്ളറുണ്ട്. ഈ ഫോക്കസ് പുള്ളർ എങ്ങനെയാണെന്നറിയില്ല, ഈ ക്യാമറ അങ്ങ് വട്ടം പിടിച്ചിട്ട് അയാൾ ഈ തിരകളുടെ ഇടയിൽ അങ്ങ് പെട്ടിട്ട് അങ്ങ് പോവുക. സുരേഷ് ബാലാജി ഇങ്ങനെ വേറെ ക്യാമറാമാനെ നോക്കിയിട്ടുണ്ട്, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ചോദിച്ചു, ഞാൻ ഷൂട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചൊരിക്കലും സന്തോഷം അങ്ങനെ പറയുന്നത് അത്രയും വലിയ ക്യാമറാമാനല്ലേ. ഇന്നും എൻ്റെ തന്നെ സിനിമാ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട് ഞാൻ പറയുന്ന ഒരു സാധനമാണ് പാതിരാമഴയാ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. 1991 ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു സിനിമയാണ് ഉള്ളടക്കം. അത് 91 മികച്ച സംവിധായകനുള്ള അവാർഡ് എനിക്ക് നേടിത്തന്നു. അന്നൊക്കെ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോലുള്ള അന്ന് ഞാനധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല സംവിധായകനായിട്ട്, 4-5 വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സംവിധായകർക്ക് അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അത്ഭുതം തന്നെയായിരുന്നു എല്ലാവർക്കും. പ്രത്യേകിച്ചും അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ പോലെയുള്ള അത്രയും പ്രതിഭാധനരായിട്ടുള്ള മഹാസംവിധായകർക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന മികച്ച സംവിധായകൻ എന്നുള്ള ഒരു അവാർഡ് താരതമ്യേന യങ്ങായ തുടക്കക്കാരനായ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം പിന്നീടുള്ള സിനിമകൾ ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമായിരുന്നു. യാദൃശ്യമായിട്ടാണ് അങ്ങനെ അവാർഡൊക്കെ നമ്മളെ തേടി വരുമെന്ന് ഒരിക്കലും ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ കിട്ടിയൊരു അംഗീകാരമാണത്. ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ ഉണ്ടാകുന്നത് തന്നെ വിഷ്ണുലോകം എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിച്ച സിനിമയ്ക്ക് ശേഷമാണ്, അതിൻ്റെ ഇമ്മീഡിയറ്റാണ് ആ സിനിമ റിലീസ് ചെയ്തു. അത് നല്ല വിജയമായി. അതിനുശേഷം ഒരു ദിവസം മോഹൻലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷ് ബാലാജി മോഹൻലാലിൻ്റെ ഭാര്യയുടെ സഹോദരനാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ബാലാജി സാറ് തമിഴിലെ വലിയ നടനായിരുന്നു, അതിനുശേഷം ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ സുരേഷ് ബാലാജി ആദ്യമായിട്ടൊരു സിനിമ നിർമ്മിക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഉദ്ദേശിക്കുന്നത്. സംവിധായകനായിട്ട് കമലിൻ്റെ പേരാണ് ഞാൻ നിർദ്ദേശിച്ചത് എന്ന് മോഹൻലാൽ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു കഥയുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അത് ചെറിയാൻ കൽപ്പവാടി എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട് നമ്മുടെ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ്. കമലിന് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കേട്ട് നോക്കുന്നത് നല്ലതാണ്. സുരേഷ് ബാലാജി ചെന്നൈയിൽ നിന്ന് വരും, ഞാൻ ഊട്ടിയിലുണ്ട്, കമൽ ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ കഥ കേൾക്കാം എന്ന് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ചെല്ലുന്നു. സുരേഷ് ബാലാജി ഊട്ടിയിൽ വരുന്നു. മോഹൻലാൽ അന്ന് കിലുക്കം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കത്തിൻ്റെ ആ ലൊക്കേഷനിൽ ഞാനും സുരേഷ് ബാലാജിയും ചെല്ലുന്നു. മോഹൻലാലിനെ കാണുന്നു. അപ്പോൾ ഈ ചെറിയാൻ കൽപ്പവാടിയുണ്ട്. അപ്പോൾ ചെറിയാൻ ഈ കഥയുടെ ആശയം പറയുന്നു. ഉള്ളടക്കത്തിൻ്റെ ഇങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കഥയാണ്. ഒരു പേഷ്യൻറ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പേഷ്യൻറ്റിന് തന്നെ ചികിത്സിച്ച ഡോക്ടർ രോഗം മാറിക്കഴിയുമ്പോൾ ഡോക്ടറോട് തോന്നുന്ന ഒരു അഭിനിവേശത്തിൻ്റെ, ഒരു അറിയാതെ വരുന്നൊരു പാഷൻ്റെയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ അതുവരെയും വരാത്ത ഒരു തീമാണ്. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അല്പം ത്രില്ലറും എന്നാൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഡ്രാമയായിട്ടുള്ള ഒരു കഥയാണ്. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. കാരണം അതുവരെയും വരാത്തൊരു ജോണറിലുള്ള സിനിമയും ഞാൻ അതുവരെ ചെയ്യാത്ത ഒരു സിനിമയാണ്. വിഷ്ണുലോകം അങ്ങനെ ഒരു കമേഴ്ഷ്യൽ അടിച്ചുപൊളി സിനിമ ചെയ്തതിന് ശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ഗഹനമായിട്ടുള്ളൊരു ആശയമുള്ള സിനിമ
ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം. അത് മാത്രമല്ല മോഹൻലാലിന് വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞു. കൂടാതെ സുരേഷ് ബാലയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഈ മെഡിക്കൽ സബ്ജക്റ്റുകളോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സിനിമയുടെ സെറ്റുകളിലൊക്കെ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള പരിചയം, സിനിമയായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത് തന്നെ ചെയ്യാം. അപ്പോൾ അത് ചെറിയ കൽപ്പാടി അന്ന് സ്ക്രിപ്റ്റൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് ആരെ കൊണ്ട് എഴുതിക്കാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊതുവെ വന്നൊരു പേരാണ് പി ബാലചന്ദ്രൻ. ബാലേട്ടനും അങ്ങനെ അന്ന് വലിയ ഫേമസ് സ്ക്രിപ്റ്റ് റൈറ്ററൊന്നും ആയിട്ടില്ല. അപ്പോൾ ബാലേട്ടനെ കൊണ്ട് എഴുതിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഞാനും ചെറിയാൻ കൽപ്പാടിയും കൂടി എറണാകുളത്ത് വരുന്നു, പി ബാലേന്ദ്രൻ വരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ അത്രമാത്രം ഒരു സിനിമയുടെ പിന്നണിയിൽ നമ്മൾ അതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് റിയൽ കഥാപാത്രങ്ങൾ തേടിയുള്ളൊരു യാത്ര എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേറൊരു സിനിമയ്ക്കും അത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും ചെറിയാൻ കൽപ്പാടിയും പി ബാലേന്ദ്രനും കൂടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മെൻ്റൽ ഹോസ്പിറ്റലുകളിലും, കേരളത്തിലുള്ള അന്നത്തെ പ്രധാനപ്പെട്ട മെൻ്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പേഷ്യൻസിനെ കാണാൻ പോയി, സൈക്കാട്രിസ്റ്റിനെ കണ്ട് അവിടെ നിന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് പോയി. കോഴിക്കോട് കുതിരവട്ടത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി, തിരുവനന്തപുരത്ത് ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ പലയിടത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി. അവിടെ നിന്ന് പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ സിനിമയിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളും അവിടെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ചില പേഷ്യൻസാണ്. അതിൽ പെട്ടെന്നൊരു ഉദാഹരണം പറയാനുള്ളത്, തിരുവനന്തപുരത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ സൈനുദ്ദീനും, മരിച്ചുപോയ നടനുണ്ടല്ലോ, സൈനുദ്ദീൻ ചെയ്തൊരു കഥാപാത്രമുണ്ട്. ഡോറിൻ്റെ അടുത്തേക്ക് വിളിക്കും. അടുത്തേക്ക് വിളിച്ച് വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് പെട്ടെന്ന് വയലൻ്റായിട്ട് ഇയാളുടെ കയ്യിൽ കയറി പിടിച്ച് അകത്തോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ചെന്നൈയിലെ കിൽപോക്കിലുള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് രാജീവ് മേനോൻ എന്ന് പറഞ്ഞ ക്യാമറാമാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഡോക്ടർ ശാരദ മേനോൻ അങ്ങനെ എന്തോണ് ഡോക്ടർ, വളരെ ഫേമസ് ആയിട്ടുള്ള, ചെന്നൈയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ അവരുടെ ഒരു കുറേ കേസ് ഡയറീസ് ഉണ്ട്. അപ്പോൾ കേസ് ഡയറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. രാജീവ് മേനോനാണ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ രാജീവ് മേനോൻ അവരുടെ ഈ മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ വന്നിട്ടുള്ള പേഷ്യൻസാണ് മെയിനായിട്ട് അതുള്ളത്. ആ രോഗം നമ്മളും ഇതിൽ അമലയുടെ കഥാപാത്രത്തിനും സ്കിസോഫ്രീനിക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര രസമായിട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇഞ്ച് ചെയ്തിട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംഗ്ലോ ഇന്ത്യനാണെന്നൊക്കെ തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ആൽഫ്രഡ് എന്നോ അങ്ങനെ എന്തോന്ന് പേര് പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം കുറച്ച് കാലം ഇവിടെ പേഷ്യൻ്റായിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പോൾ പക്ഷേ വളരെ നോർമലാണ്, ഒരു പ്രശ്നമുള്ള ഒരാളല്ല, വളരെ ജെൻറ്റിലായിട്ട്. ഇയാളുടെ ഫാദർ മരിച്ചുപോയി, മദർ ഒരു മദാമയാണ്, ഒരു ഫോറിനർ ലേഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തി ഇതായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഈ ഹോഴ്സ് റേസിങ്ങിൻ്റെ ആളാണ്. ഊട്ടിയിലും പിന്നെ അവിടെ നോർത്തിൽ എവിടെ കണ്ടൊക്കെ ഈ ഹോഴ്സ് റേസിങ്ങിൽ പങ്കെടുത്തിട്ട് എപ്പോഴോ ഒരു കുതിരയുടെ ചവിട്ട് കിട്ടിയാണെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്. അങ്ങനെ ഇയാൾക്ക് മെൻ്റൽ പ്രശ്നങ്ങൾ വന്നിട്ട് ഇദ്ദേഹം കുതിരയുടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. പല കുതിരയുടെ പേരുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിട്ട്. അപ്പോൾ അങ്ങനെ ഈ പേഷ്യൻറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു കുതിരയെ വിഴുങ്ങി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കുതിരയെ വിഴുങ്ങിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. കുറേ കാലം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അസുഖം മാറി അങ്ങനെ അയാൾ പോവുകയും ചെയ്തെന്ന് പറഞ്ഞു. ഈ ക്യാരക്ടറിനെയാണ് ഞങ്ങൾ ജഗതി ശ്രീകുമാർ ഉള്ളടക്കത്തിൽ ചെയ്ത ക്യാരക്ടറായിട്ട് ഞങ്ങൾ എടുത്തത്. അപ്പോൾ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, മെയിൻ കഥയായിട്ട് അതിന് ഈ സത്യത്തിൽ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ജഗതി 2-3 സീനിൽ വന്നിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് പോയ ഒരു ക്യാരക്ടറാണല്ലോ ജഗതി കുതിരയെ വിഴുങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പേഷ്യൻറ്റിനെ എങ്ങനെയാണ് മോഹൻലാൽ സൈക്കാട്രിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളതിൽ കാണിക്കുന്നുണ്ട്. ഇയാളിങ്ങനെ കുതിരയെ വിഴുങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജറി ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഹാപ്പി ആയില്ല, ആശ്വാസമായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പുറത്തൊരു കുതിരയെ നിൽക്കണം കണ്ടിട്ട് പറയും അയ്യോ ഇത് അപ്പോൾ ഈ നിങ്ങൾ വിഴുങ്ങിയ കുതിരയാണ് നിൽക്കണമെന്ന് പറഞ്ഞ് മോഹൻലാൽ കാണിച്ചു കൊടുക്കുമ്പോൾ ജഗതി പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അയ്യോ ഞാൻ കറുത്ത കുതിരയാണല്ലോ വിഴുങ്ങിയത്, വെള്ള കുതിരയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും വട്ടായിട്ട് ഓടുന്ന ഒരു സംഭവമാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ കഥാപാത്രത്തെ സത്യത്തിൽ ഈ ഡോക്ടർ ശാരദ മേനോൻ്റെ അവിടെ കിൽപോക്കിലുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ കണ്ടെത്തിയത്. പക്ഷേ അതിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുതിരയെ വിഴുങ്ങിയെന്നും പറഞ്ഞിട്ടാണ് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേഷ്യൻസിനെ നമ്മൾ പലയിടത്തുനിന്നും നമ്മൾ ആ ക്യാരക്ടേഴ്സ്, പിന്നെ അതിലൊരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഉള്ളൊരു ക്യാരക്ടറുണ്ട്, കൃഷ്ണൻകുട്ടിയാർ ചെയ്യുന്ന ക്യാരക്ടർ. അതും അന്ന് ഈ ശാരദ മേനോൻ പറഞ്ഞ
അവരുടെ ഈ ഡോക്യുമെൻ്ററിയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടതാണ്. ഈ ഗ്രീൻ ഫ്ലാഗ് ഇങ്ങനെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലെ വരാന്തയിൽ കൂടി നടക്കുന്ന ഒരു കഥാപാത്രത്തെ ആ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ അതിൻ്റെ അകത്ത് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ അതുകൊണ്ട് പല സ്ഥലത്തും പല മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടി. അതിനുശേഷം നമ്മളിതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ മോഹൻലാൽ സൈക്കാട്രിസ്റ്റ്, പക്ഷേ ഈ മെയിൻ പേഷ്യൻ്റായിട്ട് ആരാണെന്നുള്ള 2 സജഷനാണ് വന്നത്. ഒന്ന് രേവതി, പിന്നെ അന്ന് അമലയുടെ കാര്യം ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വേറൊരു തമിഴ് ആക്ട്രസ് ആയിരുന്നു. രേവതി എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ നിന്നിരുന്നത്. പക്ഷേ രേവതി അപ്പോൾ കിലുക്കത്തിലും മാനസിക ഫസ്റ്റ് ഹാഫിൽ ഒരു അങ്ങനത്തെ മെൻ്റൽ പേഷ്യൻ്റായിട്ടാണല്ലോ ഇതിൽ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ രേവതി വേണ്ട എന്നുള്ള ഒരു തോന്നൽ വന്നു. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അടുത്തായിരുന്നു പറഞ്ഞപ്പോൾ സുരേഷ് ബാലാജിയാണ് അമലയെക്കുറിച്ച് പറയുന്നത് നമ്മളടുത്ത്. അപ്പോൾ അന്ന് ഈ സൂര്യപുത്രി എന്ന് പറഞ്ഞിട്ട് ഫാസിലിൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ മലയാളത്തിൽ അവർ വന്നിട്ടുണ്ട്, ഒരു പടത്തിൽ അഭിനയിച്ചു. ഫാസിലിൻ്റെ ആ പടം റിലീസ് ചെയ്തിട്ടില്ല ആ സമയത്ത്. അങ്ങനെ അമലയായിട്ട് ബന്ധപ്പെടുന്നു. അമല കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി. ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ്, പ്രത്യേകിച്ച് സൂര്യപുത്രിയിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ എക്സൈറ്റഡായിട്ട് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ക്യാരക്ടറുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ഇവരിടയ്ക്ക് തന്നെ അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഈ സുരേഷ് ബാലാജി അന്ന് നമ്മൾ ഈ കാസറ്റുകളുടെയൊക്കെ സമയമാണല്ലോ, ഈ ഇന്നത്തെ പോലെ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല, അന്ന് കാസറ്റിൽ പടങ്ങൾ കാണുകയാണ്. അപ്പോൾ വിദേശ പടങ്ങൾ കുറേ നമ്മൾ കണ്ട കൂട്ടത്തിൽ സുരേഷ് ബാലാജിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച, അത് ആക്ച്വലി ഒരു ഡോക്യു ഫിക്ഷനാണ്. അത് നോബഡീസ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിദേശ സിനിമയാണ്. അത് ഈ സ്കിസോഫ്രനിക് പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ഡോക്യുമെൻ്ററിയാണ് ആക്ച്വലി, പക്ഷേ ഫിക്ഷണലായിട്ടാണ് അവരത് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതിൽ റിയൽ ഒരു പേഷ്യൻറ്റ്, അവരുടെ രോഗം മാറി അവർ തന്നെയാണ് ആ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത്. അവരുടെ അനുഭവങ്ങൾ പറയുന്നതും പിന്നെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫിക്ഷണലായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ആ പെൺകുട്ടിയുടെ പെർഫോമൻസും അവരുടെ ചില നോട്ടങ്ങളും അപ്പിയറൻസും ഒക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിരുന്നു. അപ്പം ഞാനൊരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഇത് അമലയ്ക്ക് കാണാനായിട്ട് കൊടുത്തു. അമല അത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അവരെ അനുകരിക്കില്ല, പക്ഷേ അവരുടെ ഒരു അപ്പിയറൻസൊക്കെ വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കേൾഡ് ഹെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ലോങ് ഹെയറാണ്. അപ്പോൾ ഞാൻ മുടി കേൾ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇന്നത്തെ മാതിരി അത്ര കോമൺ അല്ല അന്ന് ഇങ്ങനെ ഈ ലോങ് ഹെയർ കേൾ ചെയ്യുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരതിന് വേണ്ടിയിട്ട് കേൾ ചെയ്ത് ലൊക്കേഷനിൽ വന്ന് ഈ ഇതുമാതിരി ആ ക്യാരക്ടർ, നമ്മൾ ആ ഫിലിമിൽ കണ്ട ക്യാരക്ടർ പോലെ തന്നെ കേൾഡ് ഹെയർ ആയിട്ടുള്ള പെൺകുട്ടിയായിട്ടാണ് അതിൽ വന്നത്. അപ്പോൾ അത്രമാത്രം ഡെഡിക്കും. പിന്നെ ഇടയ്ക്ക് ഒരാഴ്ച ഷൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് ലോങ് ആവുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം പിന്നെ ബ്രേക്ക് എടുത്തിട്ട് അവർ വീണ്ടും കേൾ ചെയ്തിട്ട് ചെന്നൈ പോയി കേൾ ചെയ്തിട്ട് തിരിച്ചു വരിക, അങ്ങനെയൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തത് ഊട്ടിയിലാണ്. ഊട്ടിയിലൊരു വൃന്ദാവൻ ഹോട്ടലിലാണ് നമ്മൾ മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് ആ ഹോട്ടൽ ഫുള്ളായിട്ട് എടുത്ത്, അത് ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന ഹോട്ടലാണ്, അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് എടുത്ത് നമ്മൾ അത് മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിന് മുമ്പ് വേറെ ചില പടങ്ങളിലൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവം, അത് ഊട്ടിയിൽ ഞങ്ങൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ അമലയുടെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം കടപ്പുറത്താണ് നമ്മളത് ഷൂട്ട് ചെയ്ത്, നിറയെ പാറകളൊക്കെ ഉള്ള. അമലയുടെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ കാമുകൻ ആയിട്ട് കടപ്പുറത്തിരിക്കുന്ന കാമുകൻ വെള്ളത്തിലേക്ക് ഒലിച്ചു പോകുന്നു, ഇവർക്ക് ഈ അസുഖം വരാൻ പോകുന്ന സീക്വൻസ്. അത് ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇന്നൊക്കെ ആണെങ്കിൽ ശരിക്കും അവർ ഷൂട്ട് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അന്ന് നമുക്ക് എന്തോ പെർമിഷൻ തന്നു. ഞങ്ങൾ ക്യാമറയൊക്കെ ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അമല ഭയങ്കര ധൈര്യത്തിൽ, ഒരു ആർട്ടിസ്റ്റ് പെട്ടെന്ന് തയ്യാറാവില്ല, അത്രയും എന്താ പറയുക റഫായിട്ടുള്ള സീയാണ്, റോക്കിൻ്റെ ഒക്കെ ഇടയിൽ. അവരങ്ങ് ഇറങ്ങി അങ്ങ് പോയി ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ ക്യാമറയും കയ്യിലാണ്, ക്യാമറാമാൻ്റെ സാലു ജോർജാണ് അതിൻ്റെ ക്യാമറ. സാലു കയ്യിൽ ക്യാമറ എടുത്തിട്ട് മുന്നോട്ട് പോയ സമയത്ത് പെട്ടെന്ന് ഒരു തിര വന്ന് ക്യാമറ ഈ തിര എടുത്തിട്ട് അങ്ങ് പോയി. പക്ഷേ ഞാൻ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ, ഈ സാലുവിൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ പോയി, പക്ഷേ സാലുവിൻ്റെ കൂടെയുള്ള ഈ ഫോക്കസ് പുള്ളറുണ്ട്. ഈ ഫോക്കസ് പുള്ളർ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ ക്യാമറ അങ്ങ് വട്ടം പിടിച്ചിട്ട് അയാൾ ഈ തിരകളുടെ ഇടയിൽ അങ്ങ് പെട്ടിട്ട് അങ്ങ് പോവുക. ഇതിനിടയിൽ നമുക്ക് അമലയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അമല വേറെ സ്ഥലത്ത് നിന്നിട്ട് ഭയങ്കര സ്ക്രീം ചെയ്യുകയാണ്. കാരണം അമലയും വെള്ളത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ശരിക്കൊരു വല്ലാത്തൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് നമ്മൾ പെട്ടെന്ന് കണ്ടത്. പക്ഷെ അവിടെ ഷൂട്ടിംഗ് കാണാൻ നേരത്തെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ആരോ എന്തോ ക്ലോത്ത് എന്തോ ഇട്ട് കൊടുത്തിട്ട് അമലേക്ക് ഇട്ട് കൊടുത്തിട്ട് അമല പിടിച്ച് വലിച്ച് കയറി പെട്ടെന്ന്. പക്ഷേ ഈ ഫോക്കസ് പുള്ളർ കുറേ ദൂരം അങ്ങ് ഈ ക്യാമറ ഇട്ട് പോയി. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുക. അപ്പോൾ യൂണിറ്റിലുള്ള 2-3 പേര് കടലിലേക്ക് എടുത്തി ആടി, പിന്നെ നാട്ടുകാരെടുത്തി ആടിയിട്ട് ഈ ഫോക്കസ് പുള്ളറെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഇയാൾ ഈ ക്യാമറ വിടുന്നില്ല.
സാധാരണ ഏത് മനുഷ്യനാണെങ്കിലും അവർ സ്വന്തം ജീവൻ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ. ക്യാമറയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അയാൾ നീന്തി എങ്ങനെയൊക്കെ പോരാനല്ലേ നോക്കുള്ളൂ. പക്ഷേ ഇത് വിടുന്നില്ല. കരയിൽ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇയാൾ ക്യാമറ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറേ നേരം ഇയാൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ഇയാളോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ സ്വന്തം ജീവനല്ലേ നോക്കണ്ടേ, രക്ഷപ്പെട്ട് കൂടി വന്നാൽ പോരെ, എങ്ങനെയാലും നീന്തി വന്നാൽ പോരെ, എന്തിനാണ് ഈ ക്യാമറ? ഇയാൾ പറഞ്ഞു, എൻ്റെ അന്നമാണിത്, മനസ്സിലായില്ല, അതുകൊണ്ട് എനിക്കിത് വിടാൻ പറ്റില്ല, വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പോയി. അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ എല്ലാ ലൊക്കേഷനിലും പലയിടത്തും എൻ്റെ അസിസ്റ്റൻസിനോടും നമ്മൾ പിന്നീട് വന്ന ജൂനിയേഴ്സിനോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. കാരണം ഈ ഒരു തൊഴിലിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ, നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് അതിന് കാണുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ പഴയ ആൾക്കാർ അങ്ങനെ കാണില്ലായിരുന്നു. പ്രത്യേകിച്ചും ഈ യൂണിറ്റ് ബോയ്സൊക്കെ ക്യാമറ എന്ന് പറയുന്നത് അവർക്ക് അത്രമാത്രം പാഷൻ, ഒരുപക്ഷെ സ്വന്തം ജീവനേക്കാളും വലുതായിട്ട് അവരതിനെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ പല സ്ഥലത്തായിട്ട് ഇത് ഷൂട്ട് ചെയ്തത്. കുറച്ച് ചെന്നൈയിൽ ഷൂട്ട് ചെയ്തിരുന്നു. ചെന്നൈയിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ദിവസം ഉണ്ടായെന്ന് വെച്ചാൽ മോഹൻലാൽ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ഇതിൻ്റെ ഒരു അടുത്ത സീക്വൻസാണ്. ഇവളുടെ രോഗം മാറുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലാൽ കടലിലേക്ക് ഇറങ്ങി പോകുന്നു. അമല കരയിൽ നിന്നിട്ട് സ്ക്രീം ചെയ്തിട്ട് പോകരുതെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ആക്ച്വലി അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ സാലു ജോർജ് വേറൊരു പടത്തിൽ ഇത് വിട്ട് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് മാതിരിയാണ്. ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഒന്ന് രണ്ട് ദിവസം ബാലൻസ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറാമാൻ ഇല്ല ശരിക്കും. പെട്ടെന്ന് ആരും ക്യാമറാമാൻ ചോദിക്കുമ്പോൾ സന്തോഷ് ശിവൻ, ഞാനന്ന് മദ്രാസിൽ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത റൂമിൽ സന്തോഷ് ശിവൻ താമസിക്കുന്നുണ്ട്. സന്തോഷ് ശിവൻ അന്ന് ദളപതി എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മണിരത്നത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ എന്തോ 2-3 ദിവസം ബ്രേക്ക് ഉണ്ട്, ഷൂട്ടിംഗ് ബ്രേക്ക് ഉണ്ട്, 2 ദിവസം ഇല്ല. അപ്പോൾ അദ്ദേഹം പോയിട്ടില്ല, അദ്ദേഹം അവിടെ റൂമിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യുക, ക്യാമറാമാൻ വേറെ എന്തോ ഒരു ആളെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സന്തോഷ് വന്ന് സംസാരിച്ച്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് സന്തോഷ് ഷൂട്ടിങ്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്യാമറാമാൻ വേറെ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സുരേഷ് ബാലാജി ഇങ്ങനെ വേറെ ക്യാമറാമാനെ നോക്കിയിട്ടുണ്ട്, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ചോദിച്ചു, ഞാൻ ഷൂട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഒരിക്കലും സന്തോഷം അങ്ങനെ പറയണത്, അത്രയും വലിയ ക്യാമറാമാനല്ലേ, ഇത് ഒരു പാച്ച് വർക്കിന് വേണ്ടിയിട്ട് വരുമെന്ന് നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ ആദ്യം വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ കടപ്പുറത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഈ കടലിലേക്ക് ലാൽ ഇറങ്ങി പോകുന്ന സീക്വൻസ് എടുക്കേണ്ടത്. ഞങ്ങൾ ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ലൈറ്റ് പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ എന്താ പറയുക, ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസമാണ് ഈ മോഹൻലാൽ വേറെ എവിടെയോ പടത്തിന് പോവുക, ലാലിൻ്റെ ഡേറ്റും ഇല്ല. ആകെ ടെൻഷനായി, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും, വലിയ സീക്വൻസുമാണ്. അപ്പോൾ സന്തോഷ് വളരെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കൂളായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്കറിയില്ല, അതാണ് ഞാൻ ചില ക്യാമറാമാനിൽ നമ്മൾ കാണുന്ന ഒരു മാജിക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സന്തോഷ് പറഞ്ഞു, ഡോണ്ട് വറി, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയുള്ളേ, ലൈറ്റൊന്നും പോകില്ല നമ്മൾ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ 7 മണി വരെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈറ്റേ ഇല്ല. ഇന്നൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യണം. അന്നൊക്കെ ക്യാമറയുടെ ലെൻസ് നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം, എൻ്റെ ടെക്നിക്കൽ സൈഡിൽ അത്രയും ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അത്രയും ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്പോസ് ആവുള്ളൂ. ഫിലിമിലല്ല ഷൂട്ട് ചെയ്യണം. പക്ഷേ 2 സ്റ്റോപ്പ് അണ്ടറായിട്ട് അത് ഷൂട്ട് ചെയ്യണം. അത് സന്തോഷം പറഞ്ഞാൽ അത് ഗ്രേഡിങ്ങിൽ നോക്കും, സാലുവിനോട് പറഞ്ഞാൽ മതി. 2 സ്റ്റോപ്പ് അണ്ടറായിട്ട്. അന്ന് ഫിലിമിലൊന്നും ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല. ഇപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ലൈറ്റില്ലാതെ ഷൂട്ട് ചെയ്ത ഒരു സീക്വൻസാണ്. ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ വേറൊരു പടത്തിന് ഷൂട്ട് ചെയ്തിട്ടില്ല. ആ ഒരു മണിക്കൂറിനുള്ളിൽ എത്രയോ ഷോട്ടുകളെടുത്ത് അതിമനോഹരമായിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സന്തോഷ് ശിവനായിട്ടും ആ സിനിമയിൽ വർക്ക് ചെയ്തെന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, ആ സിനിമ തുടങ്ങുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ടൈറ്റിലിൽ ഒരു ടണലിൻ്റെ അകത്ത് കൂടി, ഒരു ഗുഹമാതിരിയുള്ള സ്ഥലത്തിൽ കൂടി പോകുന്ന, ക്യാമറയും കൊണ്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, അപ്പോൾ സാലുവിൻ്റെ അടുത്തും പറഞ്ഞു, അപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷനും വേണം. അപ്പോൾ ഇങ്ങനെ സുരേഷ് ബാലാജി അതിനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പലയിടത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നാഗർകോവിലിൽ മുട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതൊരു തമിഴ് പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ, ഭാരതിരാജയുടെ. അതിലിതേപോലെ ഇങ്ങനെ ചെങ്കല്ല് ഒരു ഇടുങ്ങിയ വഴിയാണ്, അതിലേക്ക് കൂടി ക്യാമറയൊക്കെ പോകുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു സോങ്ങിൻ്റെ എന്തോ ഷോട്ട് എടുത്ത കാര്യം പറഞ്ഞു. അത് ഞങ്ങളിങ്ങനെ അതിൻ്റെ റഷസ് അവിടെ പ്രസാദ് സ്റ്റുഡിയോയിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സുരേഷ് ബാലാജിക്ക് അത്ര അടുപ്പമുള്ളതുകൊണ്ട് ഞങ്ങളവിടെ പോയിട്ട് അതിൻ്റെ റഷസ് ലാബിൽ നിന്ന് കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച മാതിരി ഒരു ഇടുങ്ങിയൊരു പാസേജാണത്. അപ്പോൾ നമുക്ക് ഈ സ്ഥലം പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി. അപ്പോൾ ആർട്ടിസ്റ്റൊന്നുമില്ല, നമ്മൾ അതിൻ്റെ ടൈറ്റിൽ വരുന്ന സാധനമാണ്. അങ്ങനെ ഞാനും സാലും കൂടി അവിടെ പോയി കഴിഞ്ഞപ്പോൾ, സാധാരണ ക്യാമറ ഇതിൽ കൂടി പോകില്ല, ഒരാൾ നിന്നിട്ട് ക്യാമറയും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വളഞ്ഞിരിഞ്ഞു പോകണം. അപ്പോൾ അന്ന് ഈ സ്റ്റഡി ക്യാം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചോളം അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്, നല്ല വില പിടിച്ച സാധനമാണ്. അപ്പോൾ സ്റ്റഡി ക്യാം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റഡി ക്യാം അന്വേഷിച്ചപ്പോൾ മദ്രാസിൽ അന്ന് സ്റ്റഡി ക്യാം ഓപ്പറേറ്റ് ചെയ്യുന്നത് രാജീവ് മേനോനാണ്.
രാജീവ് മേനോൻ മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ. അങ്ങനെ രാജീവ് മേനോൻ വന്നിട്ടാണ് ഈ സ്റ്റഡി ക്യാമ്പിലാണ് ആ ഫസ്റ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ സന്തോഷ് ശിവനും രാജീവ് മേനോനും വർക്ക് ചെയ്ത ഒരു സിനിമയും കൂടിയാണ് അത്. മറ്റൊന്ന് അതിൻ്റെ പാട്ടുകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഔസേപ്പച്ചൻ കൈതപ്രം ടീമാണ് പാട്ടുകളെക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ മദ്രാസിൽ തന്നെ ആയിരുന്നു, ചെന്നൈയിൽ സുരേഷ് ബാലാജിയുടെ ഫ്ലാറ്റിൽ വെച്ചാണ് അതിൻ്റെ കമ്പോസിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പാട്ടുകൾ 3 പാട്ടുകളുണ്ട് അതിൻ്റെ സിറ്റുവേഷൻ. 2 പാട്ട് ദാസേട്ടൻ പാടുന്നതാണ്. ഒന്ന് അന്തിവയിൽ എന്നുള്ള പാട്ട് ആദ്യം അത് കമ്പോസ് ചെയ്തു, അത് റെഡിയാക്കി, അത് പിയാനോ വായിച്ചുകൊണ്ട് മോഹൻലാൽ പാടുന്ന ഒരു പാട്ടാണ്. പിന്നീട് ഇമാജിനേഷനായിട്ട് പോകുന്നത്. മറ്റേത് പാതിരാമഴ ഏതോ എന്നുള്ള ഇന്നും എൻ്റെ തന്നെ സിനിമാ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട് ഞാൻ പറയുന്ന ഒരു സാധനമാണ് പാതിരാമഴ ഏതോ. വിദ്യാസാഗർ ആ പടത്തിനാണ് ഔസേപ്പച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ട് RR ചെയ്യാനായിട്ട് വരുന്നത്. റീ റെക്കോർഡിങ് സമയത്ത് കംപ്ലീറ്റ് ഔസേപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിദ്യാസാഗർ. അപ്പോൾ വളരെ ചുറിയുറുക്കോടുകൂടി എല്ലാ ഇൻസ്ട്രുമെൻസും കൈകാര്യം ചെയ്യുന്നത്, എല്ലാ ഓർക്കസ്ട്രക്കാരോടും ഇത്രമാത്രം എത്ര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ വിദ്യാസാഗറിനെ നോട്ട് ചെയ്യുന്നത് ഉള്ളടക്കം എന്ന് പറയുന്ന പടത്തിൽ ഔസേപ്പച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. പിന്നീട് വിദ്യാസാഗർ എൻ്റെ സിനിമകളിൽ സ്ഥിരം മ്യൂസിക് ഡയറക്ടറായിട്ട് മാറുന്ന ഒരു കാലമുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്, എൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ടാണ് ഞാൻ എന്നും ഉള്ളടക്കത്തിനെ കാണുന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരുപക്ഷെ ഒരു സംവിധായകനെ സംബന്ധിച്ചോളം കിട്ടുന്ന അപൂർവം ഭാഗ്യങ്ങളിലൊന്നാണ്. കാരണം മോഹൻലാൽ, ഞാൻ ആദ്യം ഒക്കെ പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ ആദ്യത്തെ 2 സിനിമകൾ മോഹൻലാൽ നിർമ്മിച്ച് ഞാൻ ചെയ്തു. പിന്നീട് മോഹൻലാൽ തന്നെ താല്പര്യം എടുത്തിട്ട് എൻ്റെ ഓരോ സിനിമകളും മോഹൻലാലിനായിട്ട് സംഭവിച്ചിട്ടുള്ളപ്പോൾ മോഹൻലാലിൻ്റെ താല്പര്യം വളരെയധികം ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ നിർമ്മിച്ച ഒരു സിനിമ, ആ സിനിമ കിലുക്കം കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. കാരണം കിലുക്കം അത്രയും വലിയ ബ്ലോക്ക് ബസ്റ്ററായി. മോഹൻലാലിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ അത്രമാത്രം മുന്നോട്ട് പോയ ഒരു സിനിമ കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമറസ് സിനിമ വന്നതിന് ശേഷം ഇത്രയും സീരിയസ് ആയിട്ടുള്ള വളരെ സട്ടിലായിട്ട് മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് വിജയത്തെക്കുറിച്ച് വലിയ പേടിയുണ്ടായിരുന്നു. അത് ഓടുകയോ ഇല്ല എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സിനിമ റിലീസ് ചെയ്ത ദിവസം തന്നെ വളരെ നല്ല അഭിപ്രായം വരികയും ആൾക്കാർ മെൻ്റലി സെറ്റായിരുന്നു തോന്നുന്നു, മോഹൻലാൽ ഫാൻസൊക്കെ. ഇതൊരു അടിപൊളി പടമല്ല, ഒരു മാസ് സിനിമയല്ല, സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ആ സീരിയസ്നെസ്സോട് കൂടി തന്നെ അതിനെ സമീപിച്ചു. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് നല്ല സ്വീകാര്യത കിട്ടി. അപ്പോൾ കമേഴ്ഷ്യലായിട്ടും വിജയമായ ആ സിനിമ എന്നെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു അക്കാഡമിക്കായിട്ടുള്ളൊരു വിജയവും, ബെസ്റ്റ് ഡയറക്ടർ അവാർഡിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല. അതുപോലെ തന്നെ ഡൽഹിയിലാണ് അന്ന് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്, ഗോവയിലല്ല, ഇഫി. അന്ന് ഡൽഹിയിൽ അന്ന് ഇന്ത്യൻ പനോരമയിൽ ഉള്ളടക്കം സെലക്ട് ചെയ്ത് എൻ്റെ സിനിമ ആദ്യമായിട്ടൊരു സിനിമ ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഉള്ളടക്കമാണ്. ഡൽഹി ഫെസ്റ്റിവലിന് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതും എനിക്കൊരു പുതിയ അനുഭവമാണ്, പുതിയൊരു ലോകമാണ്. ഫിലിം ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഒരു സർക്കിളിലേക്ക് നമ്മൾ ചെന്ന് പെടുക എന്ന് പറയുന്നത് അന്നൊന്നും ചിന്തിച്ചിട്ടില്ലാത്തതാണ്. അതും ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ എൻ്റെ കരിയർ തുടങ്ങി അധികം വൈകുന്നതിന് മുമ്പ് ആ സർക്കിളിലും എൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഞാൻ ഉള്ളടക്കത്തിനെ കാണുന്നത്.